പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെതിരായ സാമൂഹിക മാധ്യമങ്ങളിലിട്ട പോസ്റ്റ് പിൻവലിച്ച ആന്റണി പെരുമ്പാവൂർ. ഫിലിം ചേംബർ പ്രസിഡന്റ് ബി.ആർ. ജേക്കബും ആന്റോ ജോസഫും ആന്റണി പെരുമ്പാവൂരുമായി നടത്തിയ സമവായ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പോസ്റ്റ് നീക്കം ചെയ്തത്. സൈഫുനിസ അലിയാർ നൽകും വിശദാംശങ്ങൾ. സൈഫുനിസ, കാര്യങ്ങൾ ഒരു സമവായത്തിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെ ഫിലിം ചേംബർ വിശദീകരണം തേടിയിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട്. 7 ദിവസത്തിനകം പോസ്റ്റ് പിൻവലിച്ച് ഈ വിശദീകരണം നൽകണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ പോസ്റ്റ് പിൻവലിക്കുന്നു. ഇതിലിപ്പോൾ ചർച്ചയ്ക്ക് പിന്നാലെയാണോ? എന്താണ് തീരുമാനങ്ങൾ? ശ്രുതി, തീർച്ചയായും ഫിലിം ചേംബർ ഒരു കർശന നിലപാട് എടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റ് പിൻവലിക്കാൻ ആന്റണി പെരുമ്പാവൂർ തയ്യാറായത്. ഇന്ന് ഈ ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ബി.ആർ. ജേക്കബും ഒപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആന്റോ ജോസഫും ഫിയോക്കിന്റെ പ്രസിഡന്റും ഇവർ 3 പേരും ഫോണിലൂടെ ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചിരുന്നു. ആന്റണി പെരുമ്പാവൂരുമായി സുരേഷ് കുമാറുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നും പോസ്റ്റിടാനുള്ള സാഹചര്യം എന്താണ് എന്നും ആന്റണി പെരുമ്പാവൂർ ഇവരോട് വിശദീകരിച്ചു. പോസ്റ്റ് ഇട്ടതിന് വിശദീകരണം ചോദിച്ചത് സ്വാഭാവിക നടപടിയാണ് എന്നും അത്തരം നടപടികളിലൂടെ അല്ലാതെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് ആന്റണി പെരുമ്പാവൂരിനെ അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോസ്റ്റ് പിൻവലിക്കാൻ ആന്റണി പെരുമ്പാവൂർ തയ്യാറായത്. മോഹൻലാൽ നേരത്തെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. എന്നും സിനിമയ്ക്കൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് മോഹൻലാൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ മോഹൻലാൽ ഷെയർ ചെയ്ത പേജിൽ ഇപ്പോൾ ആ കണ്ടന്റ് ഇല്ല. ഈ കണ്ടന്റ് നീക്കം ചെയ്തിരിക്കുകയാണ്. 7 ദിവസത്തിനകം ഈ പോസ്റ്റ് പിൻവലിച്ച് വിശദീകരണം നൽകണമെന്നായിരുന്നു ഫിലിം ചേംബർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ആന്റണി പെരുമ്പാവൂരിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഫിലിം ചേംബർ പറഞ്ഞിരുന്നത്. ഈ 7 ദിവസത്തിനകം പോസ്റ്റ് പിൻവലിച്ച് വിശദീകരണം നൽകിയില്ല എങ്കിൽ മറ്റ് വഴികൾ നോക്കും എന്നും ഫിലിം ചേംബർ വ്യക്തമാക്കിയിരുന്നു. കർശന നിലപാടിലായിരുന്നു അന്ന് ഫിലിം ചേംബർ ഉണ്ടായിരുന്നത്. കാരണം അവരുടെ ഒരു സംഘടന, ഫിലിം ചേംബറിന്റെ കീഴിലുള്ള സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റാണ് ജി സുരേഷ് കുമാർ. സംഘടനയുടെ ഒരു തീരുമാനമാണ് സുരേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. അതിന് വിരുദ്ധമായി അതിനെതിരെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് സംഘടനയ്ക്കുള്ളിലോ അതല്ലെങ്കിൽ ഫിലിം ചേംബറിന് പരാതിയായോ നൽകേണ്ടതിന് പകരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പോസ്റ്റിട്ട് അപമാനിക്കുകയും മോശം രീതിയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു എന്നായിരുന്നു ഫിലിം ചേംബർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ പോലെയുള്ള ഒരു പ്രമുഖനായ നിർമ്മാതാവിനോട് വിശദീകരണം ചോദിക്കുക തന്നെ വേണമെന്ന നിലപാടിലേക്ക് ഫിലിം ചേംബർ എത്തുകയും ചെയ്തത്. പക്ഷേ അത് വിശദീകരണം ചോദിക്കുകയും പിന്നീട് വിശദീകരണ കുറിപ്പ് വരികയും എല്ലാം ചെയ്ത് വീണ്ടും അത് പ്രശ്നം വഷളാകേണ്ട എന്ന തീരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു സമവായ ചർച്ചയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. മാർച്ച് 25-ന് ശേഷം സിനിമ റിലീസിന് ഫിലിം ചേംബറിന്റെ അനുമതി വേണമെന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിരുന്നല്ലോ. 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ. അപ്പോൾ അതുകൂടി ഒരു കാരണമായിട്ടുണ്ടാകുമോ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതിൽ? അങ്ങനെ ഒരു രീതിയിൽ അതിനെ കാണേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒത്തുതീർപ്പ് ചർച്ചകളിൽ പങ്കെടുത്തവരോട് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഈ മാർച്ച് 25 മുതൽ എടുക്കുന്ന കരാറുകളിൽ, അതായത് തിയേറ്റർ ഉടമകളുമായി നിർമ്മാതാക്കളും ഒപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഏർപ്പെടുന്ന കരാറുകളിൽ ഫിലിം ചേംബറിന്റെ അനുമതി വേണം എന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് നിർദ്ദേശമായി തന്നെ നടപ്പാകും. ഇനി അങ്ങോട്ടും അത് ആ രീതിയിൽ തന്നെയാണ് പോകേണ്ടത് എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. കാരണം ജൂൺ 1 മുതൽ സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ സമരത്തിന് മുൻപേ ഒരു സൂചനാ പണിമുടക്ക് നടത്തുകയും ചെയ്യും. അത് മാർച്ചിൽ തന്നെ ഉണ്ടാകും. മാർച്ച് 7-ാം തീയതിക്കുള്ളിൽ അതിന്റെ ഒരു തീയതിയും തീരുമാനിക്കും. പക്ഷേ മാർച്ചിൽ നടത്തുന്ന സൂചനാ പണിമുടക്കിന് ശേഷവും സർക്കാർ ഒരു രീതിയിലും ഇവരുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങളോടോ സഹകരിക്കുന്നില്ല എങ്കിൽ പിന്നീട് സമരവുമായി മുന്നോട്ട് പോവുകയേ വഴിയുകയുള്ളൂ. അപ്പോൾ ഈ നിർമ്മാതാക്കളുമായി ഫിലിം, അതായത് ഫിയോക്ക്, തിയേറ്റർ ഉടമകളുടെ സംഘടന അല്ലെങ്കിൽ തിയേറ്ററുകാർ ഇടുന്ന കരാറ് അതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ പിന്നീട് നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും. കാരണം ഇപ്പോൾ ജൂൺ 1-ന് ഒരു സമരം പ്രഖ്യാപിക്കുകയാണ്. ജൂൺ 2 മുതൽ ഒരു സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കരാർ ഒപ്പിടുന്നു. പക്ഷേ അത് പിന്നീട് പ്രദർശിപ്പിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ അതിൽ തിയേറ്റർ ഉടമകൾ നിയമ നടപടി നേരിടേണ്ടി വരും. അപ്പോൾ അത്തരം രീതിയിലേക്കൊന്നും പോകേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ സംയുക്ത സമരമായതുകൊണ്ട് തന്നെ പരസ്പരം ഒരു ധാരണ ഉണ്ടാകണം എന്നതിലാണ് ഇപ്പോൾ ഫിലിം ചേംബർ അങ്ങനെ ഒരു അനുമതി വേണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് നിർദ്ദേശമായും തീരുമാനമായി തന്നെ നടപ്പാകും. പക്ഷേ ആന്റണി പെരുമ്പാവൂരിന്റെ വിഷയം അത് വേറെ തന്നെ ഒരു വിഷയമാണ്. അതിൽ എന്തായാലും സിനിമാ സംഘടനകൾ ഒരുമിച്ച് നിന്ന് ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം എല്ലാം ഈ അമ്മയടക്കമുള്ള സംഘടനകൾ ചർച്ച ചെയ്തപ്പോൾ പോലും AMMA അടക്കം തീരുമാനിച്ചിരിക്കുന്നതും അവരുടെ അംഗം കൂടിയാണ് ആന്റണി പെരുമ്പാവൂർ. അത് കാരണം ആന്റണി പെരുമ്പാവൂരിന് എല്ലാ സപ്പോർട്ടും നൽകണം എന്നുള്ളൊരു തീരുമാനമാണ് അവർക്കിടയിൽ ധാരണയായി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ട് പ്രശ്നം വഷളാകേണ്ട, ഒപ്പം തന്നെ ഈ ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും
പൃഥ്വിരാജിന്റെയും സിനിമയായ എമ്പുരാൻ മാർച്ച് 27-ന് റിലീസിനിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ ആ ചർച്ചകൾ വഴിമുട്ടി പോകേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചേംബർ പ്രസിഡന്റ് തന്നെ മുൻകൈയെടുത്ത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ഒപ്പം തന്നെ ആൻഡ്രോ ജോസഫ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം കഴിഞ്ഞ 4 മാസത്തിലേറെയായി അവധിയിലാണ്. അദ്ദേഹവും ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ചർച്ച നടത്തി പരിഹാരം കാണാമെന്നുള്ളത്. എന്തായാലും ആന്റണി പെരുമ്പാവൂർ ഉന്നയിച്ച ആവശ്യങ്ങളും പ്രൊഡ്യൂസർ അസോസിയേഷനും ഫിലിം ചേംബറും പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിന് മുൻപായി പോസ്റ്റ് ഇടുക എന്നുള്ളത് ഈ സംഘടനാ രീതിയിൽ നോക്കുമ്പോൾ അത് അച്ചടക്ക ലംഘനമാണ്. അതുകൊണ്ട് തന്നെ അത് പോസ്റ്റ് പിൻവലിക്കാതെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് അറിയിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. ശ്രുതി, സൈഫു, കാര്യങ്ങൾ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുക എന്നൊരു തോന്നലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു വാദപ്രതിവാദങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് പൂർണ്ണമായും എത്തുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ അനുമാനിക്കാമല്ലേ? തീർച്ചയായും ശ്രുതി, കാരണം ഈ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യവസായമാണ്. അഭിനേതാക്കളില്ലാത്തൊരു സിനിമ നിർമ്മിക്കാനാകില്ല, നിർമ്മാതാവില്ലാത്തൊരു സിനിമ പൂർത്തിയാകില്ല, ഫിയോക്കോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ഒന്നുമില്ലാതെ ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തില്ല. അങ്ങനെ ഒരു രീതിയിലാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യവസായം ആയതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് മുൻകൈ എടുത്ത് ചർച്ചകളിലൂടെ പരിഹരിച്ചു പോയാൽ മാത്രമേ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെതിരായി സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ട പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചിരിക്കുകയാണ്. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ ജോസഫും ആന്റണി പെരുമ്പാവൂരുമായി നടത്തിയ സമവായ ചർച്ചയ്ക്ക് പിന്നാലെയാണ് എന്തായാലും ഈ പോസ്റ്റ് നീക്കം ചെയ്തിരിക്കുന്നത്. സൈഫുന്നീസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.